ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഗുണ കേവിലാണ്. കുറച്ച് പാതി എത്തി. അപ്പം ഗൈസ് നല്ല സെറ്റ്. ഇനി കുറച്ച് ഗൈസോടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചെത്തി. അവിടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, കമലഹാസൻ എന്നൊക്കെ. ഗൈസ്, അപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ ഹോളിൻ്റെ അടുത്ത് നിന്നാൽ മതി. പിന്നെ ഇവിടെ അങ്ങനെ കുറച്ച് പോകുമ്പോൾ കുറച്ചാണ്. പിന്നെ എല്ലാം അതിലും കുറേ മണ്ണുണ്ടാവും കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം കാണിച്ചാലാ ഗൈസ്. അപ്പം ഇവിടെ വഴിയുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റെപ്പിൽ കൂടെ കയറണം. അപ്പോൾ ഇവിടെ പാമ്പുണ്ട്. മരത്തിനെ പോലെയാണ് നിൽക്കണം, കാണാൻ പറ്റും. അപ്പോൾ പുലിനെ അടുത്ത് വെച്ച് കാണിച്ചാ വലിയ കളിപ്പാട്ടോ. ഒരു മാനാനാക്കൊണ്ടേ കൊണ്ട് നിൽക്കണ്ട്. പിന്നെ ഒരു ആനയും കൂടി ഇടയ്ക്കിടക്കുണ്ട്. അയ്യോ, ഇവിടെ വേറെ ഒക്കെ ഉണ്ടല്ല. അപ്പൊ വേറെ പുലി ആ സിംഹോന്നും കൂടി. പിന്നെ ഒരു തത്തയും കൂടി വീഡിയോ ഗൈസ്. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പെൻഗ്വിൻ, ഡ്രാഗൻ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ അയ്യോ ഡൈനോസറിനെ കാണിക്കാൻ മറന്നുപോയി. ഇങ്ങനെ സുഖിച്ച് പോണാണ്. ഇനി നമ്മൾ ഈ ഡ്രാഗൻ. പിന്നെ ഇവിടെ ഒരു ഇതേത് പക്ഷിയാന്ന് പറഞ്ഞൂടാ, ഏത് പക്ഷിയാന്ന് പറഞ്ഞൂടാ. നമ്മളെല്ലാം തൊട്ടിട്ടുണ്ട്. അടുത്ത് വെലോസിറാപ്റ്ററാണ്. നമ്മൾ വേറെ സ്ഥലത്തുണ്ട് നമ്മുടെ തത്തേട്ടാ. അപ്പൊ ഫുൾ കിളി കേട്ടാ. ഇവിടെ ഫുൾ കിളിയാണ്. ഇവിടെ ഫുള്ള് വിളിച്ചോണ്ട് ഇവിടെ ഫുള്ള് കിളിയാണ്. പിന്നെ ഒരു പക്ഷിയുണ്ട്. നല്ല പക്ഷികളാണ്. പിന്നെ ഇവിടെ ഓന്തൊക്കെ ഉണ്ട്. ഓന്തിനെ കാണിച്ചു തരാം. കണ്ണിലല്ല. അവിടെ കുറെ ഒന്നുണ്ട് കേട്ടാ. പിന്നെ കുറച്ച് ഇതിൻ്റെ പാമ്പ് പാമ്പട്ട. പാമ്പിനെയൊക്കെ ഇവിടെ വളർത്തണം കേട്ടോ. പിന്നെ ഇവിടെ ഒരു കിളിയുണ്ട്, അതിനാണ് തൊടാൻ പോണേ. അപ്പോൾ ഗൈസ് കുറച്ച് കഴിയുമ്പോൾ ഒട്ടക പക്ഷിയും പിന്നെ മുതലൊക്കെ ഉണ്ട്. ആ കുഞ്ഞാണ്, അപ്പോൾ വലുതായിട്ടില്ല. വലുതാണെങ്കിൽ ഇപ്പോൾ ഇത് ഉണ്ടാവില്ലേ ഗൈസ്. പിന്നെ ആ പക്ഷിയെ നോക്കാൻ പറ്റണേ. ആ
പക്ഷി കമ്പനിട്ടാണ് ഗൈസ്. അപ്പം മരം കുത്തിയും കൂടി ഉണ്ട്. ഇനി വേറെ സ്ഥലത്തേക്ക് പോകണത് ഗൈസിന് കിളിയാണ്. പിന്നെ രണ്ടും കൂടി ഒരുമിച്ച് കമ്മന്റിയാണ് അരയണ്ണം. ഇതേതാണെന്ന് നിങ്ങൾക്കറിയോ ഈ പക്ഷി? അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. എന്ത് എന്തോ പണിയിൽ നിൽക്കണ അയാളുടെ പണി വരും. പിന്നെ ലാസ്റ്റത്തെ കൊണ്ട് അത് കഴിയുമ്പോൾ ഫിഷ് അക്കോറി ഉണ്ട്. അത് ആദ്യം തൊട്ട് കാണിച്ചാലോ. ഇതിങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് പിന്നെ രണ്ടാമത് നോക്കുമ്പോൾ ഏഞ്ചൽ ഫിഷാണ്. പിന്നെ മൂന്നാമത് കളർ ടെട്ര. നാലാമത് വന്ന മീനെ ഞാൻ കണ്ടിട്ടില്ല. ആ കോറയെ മാത്രമുള്ളൂ മീനെ കണ്ണില്ലേ. പിന്നെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടലിയുണ്ട്. പക്ഷെ എന്നിട്ട് മീൻ വരുമ്പോൾ ഗോൾഡ് ഫിഷാണ്. എന്നിട്ട് മര്യാദ കണ്ടാന്ന് പറഞ്ഞാ. പിന്നെ ഇത് ടെട്രൻ ഗോൾഡ് ഫിഷ്. ഇനി കണ്ണടച്ചെറുക്കാണ്. അതേ കണ്ണൂർന്ന് ചമ്പയടിപ്പിക്കാനാണ് നോക്കി. പിന്നെ ഇതേ ടെട്ര. പിന്നെ നല്ല ജിംട്ട നാണം വരാനാണ് അവർക്ക്. കഴിഞ്ഞല്ലേ നമ്മളെ നോക്കണുണ്ട്. പിന്നെ അടുത്തായി വന്നത് ആസാനോട്. നാളെ പോയാലും ഒന്നും കൂടി കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ പോയി. മച്ചാൻ പോയി. ഇനി പിന്നെ വരുന്നത് ബ്ലാക്ക് മോളി, വൈറ്റ് മോളി. പിന്നെ വരുന്നത് എനിക്കറിയാത്ത മീൻ. ഇനി കാണിച്ചു തരാം. ഞാൻ അപ്പുറത്തെ ഇനി അടുത്ത മീൻ, ഇനി അടുത്ത ഗ്രീൻ മീൻ. ഇനിയുള്ളത് ഷാർക്കല്ല. ഇനി ഇവിടെയും കൂടി കുറച്ച് കിളികളുണ്ട്. ഓ പൂച്ചുണ്ട്. ഫസ്റ്റ് പൂച്ചനെ കാണിക്കാം. പൂച്ച കിട്ടാൻ നോക്കണില്ലട്ടാ. തന്നെ ഉറങ്ങുന്നു. വലിയ വൃത്തിയുണ്ട്. പൂവൻകോഴി അല്ലേ ദിവൻ. പിന്നെ ദി കുട്ടപ്പൻ. പിന്നെ ഇനി അടുത്ത മീനെ കാണാം. പക്ഷെ ഇപ്പോൾ കാണിച്ചാലാ ഇത്. ഇനി അടുത്തത് ഇത്. പിന്നെ നമ്മളെ വച്ചാനായിട്ട്
സാധാ മീൻ. ഇനി കാണിച്ച മീൻ തന്നെയാണ് കാണിക്കാം. പിന്നെ മച്ചാൻ സീൻ സാധാരണ റെഡ് ലൈറ്റിലിട്ടാണ് വേറെ ഒക്കെ ഇട്ടാ. ഇനി അടുത്താണ് അടുത്തത് ഗൈസ് ക്ലിയർ അല്ല കേട്ടോ. മീനെ അടുത്തേക്ക് വന്നില്ല, കാണാൻ പറ്റില്ല ഗൈസ്. ഇവിടെ ഡാർക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ശരി മീനെ കാണാൻ പറ്റില്ല ഗൈസ്. അത് ഗൗരാമിയാന്ന് തോന്നണേ. പിന്നെ ഇത് ഗൗരാമിയല്ലേ? ശല്യാണ് ഗൗരാമി. ഗൗരാമിയാണ് ഗൗരാമി. പിന്നെ അടുത്ത് ഓസ്കാർ. അപ്പൊ നമ്മുടെ ഓസ്കുക്കാറാണ്. അടുത്ത് ഇവിടെ ഫുൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനാണ്. ഈ ഗുണാക്കിയതിനേക്കാളും നല്ലത് അക്വാഷോയും പിന്നെ ചെമ്മീൻ. ചെമ്മീനൊക്കെ കണ്ട കളർ ക്രാബ് എന്നാണ് ഇതിന് വിളിക്കണം. പിന്നെ പിന്നുള്ളത് പിരാനൊക്കെ പിന്നുള്ളത് ആലിഗേറ്റർ കാറുണ്ടല്ലോ. പിന്നെ ആലിഗേറ്റർ കാറ് ഇതിന് വലിപ്പുണ്ട്. അടുത്തത്